فقد افترى إثما عظيما. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ പകുതി ഭാഗം പിന്നിട്ട സന്ദർഭത്തിലാണ് നാം ഓരോരുത്തരും നിലകൊള്ളുന്നത്. ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ആത്മീയ വിശുദ്ധി നേടിയെടുക്കുവാൻ റമദാനിൻ്റെ ഈ അവസരങ്ങളെ കഴിവിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയും കഴിവിൻ്റെ പരമാവധി എല്ലാവിധ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത് വിശ്വാസിയുടെ ധാർമ്മികമായ ബാധ്യതയാണ്. പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും, അത് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കാത്ത പാപം ഏതാണ്? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 48-ാമത്തെ ആയത്ത്, 116-ാമത്തെ ആയത്ത്, ഈ രണ്ട് ആയത്തുകൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യം, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യഗ്ഫിറു, അവൻ പുറത്തു കൊടുക്കുകയില്ല, അയ്യുശ്റക ബിഹി, അവനോട് പങ്കു ചേർക്കുന്നതിനെ, വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്ത പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. വമൻ യുശ്രിക് ബില്ലാഹി, ആര് അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നുവോ, ഫഖദ് ഇഫ്തറാ അലല്ലാഹി ഇസ്മൻ അളീമ, അവൻ അല്ലാഹുവിൻ്റെ മേൽ പാപം, വലിയ പാപമാണ് കെട്ടിച്ചമക്കുന്നത്. വമൻ യുശ്രിക് ബില്ലാഹി, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരു വ്യക്തി, ഫഖദ് ളല്ല ളലാലൻ ബഈദ, അവൻ വിദൂരമായ വഴികേടിലാകുന്നു. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പ്രഖ്യാപിച്ച ഒരു സംഗതിയാണത്. ശിർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. അതുപോലെ തന്നെ വമൻ യുശ്രികു ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു മുന്നാർ, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർക്കുകയാണ് എങ്കിൽ ഫഖദ് ഹറമല്ലാഹു, അല്ലാഹു അവന്റെ മേൽ നിഷിദ്ധമാക്കുന്നു അൽ ജന്ന, സ്വർഗ്ഗത്തെ, വമഅവാഹു മുന്നാർ, അവന് നരകമായിരിക്കും സങ്കേതം. ശിർക്കില്ലാതെ ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയി, മറ്റേതെങ്കിലും ഒരു പാപത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ നരകാവകാശിയായി കഴിഞ്ഞാൽ എന്നെങ്കിലും ഒരിക്കൽ നരകത്തിൽ നിന്ന് മോചനം തേടി സ്വർഗത്തിൽ വരാനുള്ള അവസരമുണ്ട്. എന്നാൽ ശിർക്കിൽ ഒരാൾ അകപ്പെട്ട് മരണപ്പെട്ടു പോയാൽ ഖാലിദീന ഫീഹാ അബദ, ശാശ്വതമായി അവൻ നരകത്തിൽ ആവദിക്കും. അതാണ് അതിൻ്റെ ഗൗരവം നാം മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇജ്തനിബു അസ്സബഉൽ മൂബിഖാത്ത്, വിനാശകരമായ 7 വൻ പാപങ്ങളെ നിങ്ങൾ വെടിയണം, ഒഴിവാക്കണം. ചെറുതും വലുതുമായ പാപങ്ങളുണ്ട്. അതിൽ വിനാശകരമായ, ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സകല അമലുകളെയും നിഷ്ഫലമാക്കി കളയുന്ന പാപങ്ങൾ. അതിലൊന്ന് അശ്ശിർക്കു ബില്ലാഹി, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. പാപത്തിൽ ഒന്നാമത്തേത് അശ്ശിർക്കു ബില്ലാഹി. വസ്സിഹർ വഖത്ലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വഅക്ലുർ റിബാ വഅക്ലുൽ മാലുൽ യതീം വതവല്ലി യൗമസ് സഖഫ് വഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫില. ഈ 7 പാപങ്ങളാണ്. അതിലൊന്നാമത് പറഞ്ഞത് അശ്ശിർക്കു ബില്ലാഹി, അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നതാണ്. അപ്പോൾ ഇത് സമുദായത്തിന് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഇത് യഥാർത്ഥത്തിൽ അതിലുണ്ടാകുന്ന ഭൗതികമായ താല്പര്യങ്ങളും സാമ്പത്തികമായ നേട്ടങ്ങളും ആണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.
കാരണം ചില സമയത്തൊക്കെ നമ്മൾ ചില ആശയങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നാറുണ്ട്. ഇപ്പോൾ തൊട്ടു മുമ്പ് ഇശാ ബാങ്ക് കൊടുത്ത ഉടനെ തൊട്ടുപള്ളിയിലെ പ്രഭാഷണത്തിൽ കേട്ട ഒരു ആശയം, ഒരു ദിവസത്തിൽ 1000 പ്രാവശ്യം ഹസ്ബുനല്ലാഹ് എന്ന് പറഞ്ഞാൽ അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ചു കൊടുക്കുമെന്നാണ്. ഹസ്ബുനല്ലാഹ്, കാരണം അത് ഇസ്ലാമിൻ്റെ തത്വമാണ്. ഞങ്ങൾക്ക് അള്ളാഹു മതി എന്ന് പറഞ്ഞാൽ അള്ളാഹു അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കും. അള്ളാഹു മതി എന്നാണ്. ഇബ്രാഹിം നബി പറഞ്ഞ വാക്യം ഇതാണ്, ബദരീങ്ങൾ പറഞ്ഞ വാക്യം ഇതാണ്. അതുകൊണ്ട് അള്ളാഹു അവരെ കാത്തുരക്ഷിച്ചു. ഈ തൊട്ടടുത്ത പള്ളിയിൽ പറഞ്ഞ ഒരു കേട്ട വാക്യമാണ്, ഇശാ നമസ്കാരത്തിൻ്റെ ബാങ്കിന് തൊട്ടു മുമ്പായിട്ട്. അപ്പൊ അവിടെ ആ ആശയം പറഞ്ഞതിനു ശേഷം പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? പിന്നെ പോകുന്നത് യഥാർത്ഥത്തിൽ ബദരീങ്ങളോട് തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നൊരവസ്ഥയിലേക്ക് മാറുകയാണ്. അപ്പൊ അവിടെയാണ് യഥാർത്ഥത്തിൽ വ്യതിരക്തത മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, വമാ യുമിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അവരിൽ അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. ഇല്ലാ വഹും മുശ്രികൂൻ, അള്ളാഹുവിൽ പങ്കു ചേർത്തിട്ടല്ലാതെ. അപ്പൊ എന്തായാലും ഒരു ഇടത്തട്ട് വേണം എന്നിടത്തേക്ക് വരുമ്പോഴാണ് അതിൽ അപകടമുണ്ടാകുന്നത്. അതുകൊണ്ട് അതിന് നിർഭയത്വം ഉണ്ടാകുന്നില്ല. പരിപൂർണമായ സമാധാനം ലഭിക്കണം എങ്കിൽ ശിർക്കിൽ നിന്ന് മോചിതമാകുന്ന സമയത്ത് മാത്രമേ അള്ളാഹു നമുക്ക് നിർഭയത്വവും സമാധാനവും ലഭിക്കുകയുള്ളൂ. അല്ലദീന ആമനു വലം യൽബിസു ഈമാനുഹും ബിളുൽമിൻ. ആരാണ് വിശ്വാസികൾ? അവരുടെ വിശ്വാസത്തിൽ ഉൽമു കലരാത്ത ആളുകൾ, ഉലൈക ലഹുമുൽ അംന്, അവനാകുന്നു നിർഭയത്വം. എന്താണ് ഉൽമ്? അശ്ശിർക്കു ബില്ലാഹി ഇന്ന ശിർക ലളുൽമുൻ അളീം. ശിർക്കാകുന്ന ഏറ്റവും വലിയ പാപം. അതിൽ നിന്ന് ഈ സമൂഹത്തെ മോചിപ്പിക്കേണ്ടത് യഥാർത്ഥത്തിൽ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ട് വന്നപ്പോൾ അതിലൂടെ മറ്റ് എല്ലാ തിന്മകളെയും വിഭാടനം ചെയ്യുവാൻ സാധിച്ചു. ഇപ്പൊ ലഹരിക്കെതിരെ മദ്യത്തിനെതിരെയൊക്കെ ഉള്ള സംസാരങ്ങൾ നടത്തുമ്പോൾ ഒരു കാലഘട്ടത്തിൽ മദ്യത്തിലും മദിരാശിയിലും എല്ലാം അഡിക്റ്റായ ഒരു തലമുറയായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരിടേണ്ടി വന്നത്. 3 W എന്നറിയപ്പെടുന്ന ഒരാശയമുണ്ട്. വുമൻ, വാർ, വൈൻ. ഒന്ന് സ്ത്രീ, മറ്റൊന്ന് യുദ്ധം, അതുപോലെ തന്നെ മദ്യം. ഈ 3 കാര്യത്തിൽ അവർ അകപ്പെട്ടിരുന്നു. അതിൽ നിന്ന് അവരെ മോചിതമാക്കി കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ടൊരു സുപ്രഭാതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അറിയിച്ചു, ഘട്ടം ഘട്ടമായി അറിയിച്ച് അവസാനം അവരോട് പറഞ്ഞു, ഫഹൽ അൻതും മുൻതഹൂൻ, ഈ മദ്യത്തിൽ നിന്ന് നിങ്ങൾ വിരമിക്കുന്നില്ലേ? അവർ പറഞ്ഞു, ഇൻതഹൈനാ, ഞങ്ങളിതാ വിരമിച്ചിരിക്കുന്നു. കള്ളും കള്ളിൻ്റെ കോപ്പകളും എല്ലാം ചാലുപോലെ ഒഴുകി ഒഴുകി പോകുന്ന അവസ്ഥയിലേക്ക് അതിൻ്റെ അടയാളങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു. അവസാനം കുറേ നാളുകൾ കഴിഞ്ഞ് കള്ളിൻ്റെ ചാലുകൾ ഒഴുകിയ ഭാഗത്തു നിന്ന് പുല്ല് കിളിർത്തു വന്നു. അവർ പ്രവാചകനെ സമീപിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, മദ്യം നിരോധിച്ച സമയത്ത് ഞങ്ങൾ മദ്യം ഒഴുക്കിവിട്ട സ്ഥലങ്ങളിൽ പുല്ല് കിളിർത്തു വന്നിട്ടുണ്ട്. ആ പുല്ല് കഴിച്ച ഒട്ടകത്തിൻ്റെ പാല് കുടിക്കുന്നത് ഹറാമാകുമോ എന്ന് ചോദിക്കുന്നിടത്തേക്ക് അവരുടെ മനസ്സുകൾ പരിവർത്തനം ചെയ്തുവെങ്കിൽ വിശ്വാസ വിശുദ്ധി ജീവിതത്തിൻ്റെ സകല മേഖലകളുടെയും വിശുദ്ധിയായി പരിവർത്തനം ചെയ്തത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഇസ്ലാമിലെ വൻ പാപം അത് ശിർക്കാകുന്നു. ആ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്വയം ശ്രമിക്കുകയും മറ്റുള്ളവർക്ക് ആ സന്ദേശം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. രണ്ടാമത്തേത് സിഹ്ർ, മാരണം, കൂടോത്രം വിശദീകരിക്കേണ്ട വിഷയമാണ്. സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ജ്യോത്സ്യന്മാര്, തങ്ങൾമാര്, സിദ്ധന്മാരെയൊക്കെ സമീപിച്ച് മാനഹാനിയും അതുപോലെ തന്നെ ജീവഹാനിയും എല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ ചരിത്രങ്ങൾ, കഥകൾ ദിനേനയൊന്നോണം നാം കേട്ടുകൊണ്ടിരിക്കുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ഹാജിയാരെ കൊന്നതിൻ്റെ കേസിൽ അകപ്പെട്ടു വന്നത് ഒരു ജിന്നുമയായിരുന്നു എന്ന വാർത്തകൾ നമ്മൾ വായിച്ചു. അന്ധവിശ്വാസത്തിൻ്റെ ഇരകളായി അങ്ങനെ ഒരുപാട് ആളുകൾ പോയി. ഇസ്ലാമിലെ പാപത്തിൻ്റെ കൂട്ടത്തിൽ പെടുത്തിയിട്ടുള്ള സിഹറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളാണ്.
മൂന്നാമത്തേത് വഖത്തുൽ നഫ്സ് അല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അള്ളാഹു ആദരിച്ച ആത്മാവുകളെ അന്യായമായി കൊന്നുകളയുക എന്നുള്ളത് വൻ പാപത്തിൽപ്പെട്ടതാകുന്നു. വഅക്കുലുർ റിബ, പലിശ ഭുജിക്കുക. ഇസ്ലാമിക സമൂഹത്തിന്റെ സാമ്പത്തിക മേഖലയിലെ വലിയ ഒരു വിഷയം, സമുദായം ഇനിയും ഗൗരവം കാണിക്കാത്ത, എന്നാൽ ഏറ്റവും കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം വഅക്കുലുർ റിബ, പലിശ ഭുജിക്കൽ. വഅക്കുലുൽ മാലുൽ യതീം, അനാഥകളുടെ സ്വത്ത് ഭുജിക്കൽ. വതവല്ലി യൗമസ് സഖഫ്, പടയിൽ നിന്ന് തിരിഞ്ഞോടുക. യുദ്ധരംഗത്ത് വേണ്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സമയത്ത് അതിൽ നിന്ന് പിന്മാറിപ്പോകുക എന്നതാണ് അവിടെ. ആധുനിക ലോകത്ത് നമുക്കത് വീക്ഷിച്ചാൽ ഇസ്ലാമിക ദഅവ പ്രബോധന പ്രവർത്തനങ്ങളിൽ അംഗമാകേണ്ട ഒരു വ്യക്തി അതിലൊന്നും അകപ്പെടാതെ സ്വയം ഒഴിഞ്ഞു മാറിപ്പോകുക എന്നത് ഇസ്ലാമിലെ വൻ പാപങ്ങളാണ്. അതായത് അള്ളാഹുവിന്റെ ഈ ദീൻ ഈ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടവനാണ് ഞാൻ എന്ന ബോധ്യമുണ്ടായിട്ട് സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ പിന്മാറിപ്പോകുന്ന ഒരു സമൂഹം അവർ ഈ പടയിൽ നിന്ന് തിരിഞ്ഞോടിക്കളയുന്നവരാകുന്നു എന്നത് വൻ പാപത്തിൽപ്പെട്ടതാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഏഴാമത്തേത് വഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്, പതിവ്രതകളായ ചാരിത്രശുദ്ധിയോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച് അപവാദം പറഞ്ഞ് പ്രചരിപ്പിക്കുക വൻ പാപത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് സബഉൽ മുബിഖാത്ത്, 7 മഹാപാപങ്ങൾ, ഈ പാപങ്ങൾ ഒരു വ്യക്തിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റ് നന്മകളെല്ലാം നശിപ്പിച്ചു കളയുന്ന അവസ്ഥയാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യസന്ധമായ ജീവിത മേഖലകളിലൂടെ സഞ്ചരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനിലെ 3ാമത്തെ ഞായറാഴ്ചയാണ് നാളെ. നാളത്തെ പഠന ക്ലാസ് നടക്കുന്നത് ലജനത്തുൽ മുഹമ്മദിയ ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിലാണ്. 3 മണിക്കാണ് ക്ലാസ്. ഒരു സൗഹൃദ സംഗമം, മറ്റുള്ളവരെയും കൂടി നമ്മൾ അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ ഒരു ഏറ്റവും അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ മനാഫ് മാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണവുമുണ്ട്. അതുകൊണ്ട് നാളെ ക്ലാസ് പള്ളിയിലല്ല, നാളെ ലജനത്തുൽ മുഹമ്മദിയയിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് സലഫി യൂണിറ്റ് കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി സഹോദരങ്ങൾ കുടുംബസമേതം ആ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കുക. വിശുദ്ധ റമദാനിൽ നമുക്ക് ലഭിക്കുന്ന അറിവുകളെ നാം നേടിയെടുക്കുക. ഒരു വലിയ വിഷയമാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന യുവതലമുറ, ലഹരി, ആ വിഷയത്തിൽ നാം സ്വീകരിക്കേണ്ട നിലപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ മക്കളെയും ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെയും ഒക്കെ ആ സദസ്സിലേക്ക് പങ്കെടുപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാനിൽ നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ഒരുപാട് ആൾക്കാരുടെ സഹകരണത്തോടു കൂടിയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇഹത്തിലും പരത്തിലും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യനെന്ന നിലക്ക് സംഭവിച്ചു പോകുന്ന പോരായ്മകൾ, ന്യൂനതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി